ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹൗ ടു പ്രിപ്പയർ ഫോർ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ, മജിസ്ട്രേറ്റ് ടെസ്റ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ 2025 കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി മെയിലായിരിക്കും പ്രിലിംസ് എക്സാം ഷെഡ്യൂൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു മാസമോ 1.5 മാസമോ കഴിഞ്ഞ് മെയിൻസ് എക്സാമും ഉണ്ടാവും. അപ്പൊ നമ്മൾ അന്ന് കണ്ടന്റ് ചെയ്ത സമയത്ത് 1-2 കുട്ടികൾ നമ്മൾ ചോദിച്ച ഒരു കാര്യമാണ്, സാർ എങ്ങനെയാണ് ജുഡീഷ്യൽ സർവീസ് എക്സാം പ്രിപ്പയർ, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. ഹൗ ടു പ്രിപ്പയർ ഫോർ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് 2 ആൾക്കാരോട് നന്ദി പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓണറബിൾ ശ്രീ യാസിൻ സാർ, ദ ന്യൂലി സെലക്ടഡ് സിവിൽ ജഡ്ജ്. യാസിൻ സാറിന്റെ ലൈഫ് എന്നൊക്കെ പറയുന്ന ഒരു റോളർ കോസ്റ്റർ ജേണിയാണ്. ഭയങ്കര ഹംബിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് 2024 കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ 2ാം റാങ്കോടെ പാസ്സായി ഇപ്പോ സർവീസിൽ കയറാൻ നിൽക്കുകയാണ്. ഇവരുടെ ലൈഫ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു, നമ്മൾ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു, നമ്മൾ അതിന് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അടുത്ത് വന്ന് എത്തും. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് യാസിൻ സാറിന്റെ ലൈഫ് എന്നൊക്കെ പറയുന്നത്. പിന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് എന്റെ ക്ലാസ്മേറ്റ് ആണ്, അഡ്വക്കേറ്റ് അഞ്ജന രാഗേഷ്. കഴിഞ്ഞ വർഷത്തെ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ 2024 ഫൈനലിസ്റ്റിൽ വന്നിട്ടുള്ള വ്യക്തിയാണ്. ഇവർ 2 പേരുമാണ് ഇന്നത്തെ എന്റെ ഈ വീഡിയോയ്ക്കുള്ള അഡ്വൈസും ഒപ്പീനിയൻസും ഒക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ടു ബോത്ത് ഓഫ് ദം. നിങ്ങളുടെ ഈ അഡ്വൈസും ഒപ്പീനിയൻസും ഒരുപാട് കുട്ടികൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ താങ്ക് യു. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അപ്പൊ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ ഞാൻ അന്ന് കണ്ടന്റ് ചെയ്തോ പറഞ്ഞു. ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആദ്യം ഒരു പ്രിലിംസ് എക്സാമിനേഷനും, പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ മെയിൻസ് എന്ന് പറയുന്നത് റിട്ടൺ ആണ്, സബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ വൈവ ഉണ്ട്. അപ്പൊ ഒന്ന് എന്താ പറയാ, ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ, പിന്നെ സബ്ജക്റ്റീവ് എക്സാമിനേഷൻ, പിന്നെ വൈവ. ഓക്കെ, അപ്പൊ അന്ന് ഞാൻ ആ വീഡിയോയിൽ ഞാൻ പ്രിലിംസിന്റെ സിലബസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രിലിംസിന്റെ സിലബസ് ഞാൻ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രിലിംസിൽ മെയിൻ ആയിട്ട് 15 സബ്ജക്റ്റുകളാണ് പ്രിലിംസിലുള്ളത്. 15 സബ്ജക്റ്റുകളാണ് ഉള്ളത്. CPC, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, TP ആക്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട്, കേരള ബിൽഡിംഗ് ആക്ട്, അതുപോലെ തന്നെ പിന്നെ 3 പുതിയ നിയമങ്ങളും അതിന്റെ പഴയ വെർഷൻസ് ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, അതുപോലെ ലീഗൽ GK, റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് മെയിൻസിന്റെ സിലബസ് നമുക്ക് നോക്കാം. മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഏകദേശം കണ്ടോ 4 പാർട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ, എസ്സേ, അതൊക്കെയാണ് വരുന്നത്. പാർട്ട് 2 തന്നെ പാർട്ട് എയും ബിയും ആയിട്ട് എന്ത് ചെയ്യുന്നു തിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്രോസ്പെക്ടസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലിപ്പോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ട്, TP ആക്ട് ഉണ്ട്, ലിമിറ്റേഷൻ ആക്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട്, ഈസ്മെന്റ് ആക്ട്, കേരള ബിൽഡിംഗ് ആൻഡ് ലീസ് ആക്ട്, പിന്നെ അതുപോലെ കോർട്ട് ഫീസ് ആക്ട് ഉണ്ട്, അതുപോലെ തന്നെ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് ഉണ്ട്, മുനിസിപ്പാലിറ്റി ആക്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പിന്നെ പഴയ നിയമങ്ങളും അതിന്റെ പുതിയ വെർഷൻസും. പിന്നെ ഇതുപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ പാർട്ട് 4 വരുമ്പോൾ തന്നെ പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്യേണ്ടത്, പ്രിലിംസിന് 15 സബ്ജക്റ്റുകളാണുള്ളത്. ഇതിലെ 2 സബ്ജക്റ്റുകൾ മെയിൻസിലില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ നമ്മുടെ റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇത് രണ്ടും എന്താണ് മറ്റേ മെയിൻസിനില്ല. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഏതൊരു എക്സാമിന് നമ്മൾ പണിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ പരിശ്രമിക്കുമ്പോഴും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ എക്സാമിന്റെ സിലബസ് ആണ്. അപ്പൊ നിങ്ങൾ സിലബസ് കൃത്യമായിട്ട് നോക്കണം. പഠനം തുടങ്ങുന്നതിന് മുന്നേ, ഈ ഒരു പ്രിപ്പറേഷൻ പീരീഡ് തുടങ്ങുന്നതിന് മുന്നേ സിലബസ് കൃത്യമായിട്ട് നോക്കണം. സിലബസ് കൃത്യമായിട്ട് നോക്കി ഏതൊക്കെ സബ്ജക്റ്റുകളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ വെക്കണം. പിന്നെ ഒരു കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യേണ്ട ഒരാൾക്കാരോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് പ്രോപ്പർ കോഡ് പ്രാക്ടീസ് ആണ്. ആക്റ്റീവ് കോഡ് പ്രാക്ടീസ് എന്താ പറയാ, ഇതിന് വിജയിക്കാൻ കുറച്ചും കൂടി ട്രസ്റ്റ് തരും നമുക്ക്. കാരണം നമ്മൾ ഈ എക്സാമിന് നമ്മൾ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി അവർ പരിശോധിക്കും. കംപ്ലീറ്റ് ഹിസ്റ്ററി നോക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ കോഡ് പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള കോഡ് പ്രാക്ടീസ് വേണം. അതുപോലെ തന്നെ വൈവയിലൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ നോളജ് കൃത്യമായിട്ട് അളക്കണം. കൃത്യമായിട്ട് അളന്നെടുക്കുക നമ്മുടെ പ്രാക്ടിക്കൽ നോളജ്. അപ്പൊ കൃത്യമായിട്ട് ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നല്ല കോഡ് പ്രാക്ടീസ് കൃത്യമായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സാം ആയിക്കോട്ടെ, നമ്മുടെ എക്സാം ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പൊ ചുമ്മാ സബ്ജക്ട് നോളേജ് കൊണ്ട് മാത്രം തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ
പറ്റണം എന്നില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ നല്ലൊരു വക്കീൽ ഓഫീസ് കയറി നല്ല വൃത്തിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഒപ്പം നിങ്ങൾ ഇത് പ്രിപ്പയറും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോർട്ട് പ്രാക്ടീസിന് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ കാരണം പല കാര്യങ്ങളും സബ്ജക്റ്റ് നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നില്ല, പക്ഷെ കോടതിയിൽ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്ട് വായിക്കുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും, ഇത് ഞാൻ അന്ന് അവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫ്രെയിമിംഗ് ഓഫ് ചാർജ്, കോടതിയിൽ ഞാൻ ഫ്രെയിമിംഗ് ഓഫ് ചാർജ് എങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് കണ്ട് പരിചയിച്ച കാര്യങ്ങളാണ് നമുക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് എളുപ്പമായി. അപ്പോൾ ആക്റ്റീവ് കോർട്ട് പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു നോയിങ് യുവർ സിലബസ്, കൃത്യമായിട്ട് നമ്മുടെ സിലബസ് അറിഞ്ഞിരിക്കാം. സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വേണം കാര്യങ്ങൾ. അതായത് സിലബസ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, പ്രിലിംസിലുള്ള 2 സബ്ജക്റ്റുകളെ മെയിൻസിൽ ഇല്ലാത്തുള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി. ഓക്കെ, ബാക്കി എല്ലാ സബ്ജക്ട് പ്രിലിംസിലുള്ള മറ്റെല്ലാ സബ്ജക്റ്റുകളും മെയിൻസിലും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സ്റ്റഡീസ് അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ക്രോഡീകരിച്ചെടുക്കാൻ, അല്ലെ അതിനനുസരിച്ച് വേണം നിങ്ങൾ സിസ്റ്റമാറ്റിക്കായി പ്ലാൻ ചെയ്യാൻ. പിന്നെ അടുത്ത് റെഫർ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യണം. ഹൈക്കോടതിന്റെ റിക്രൂട്ട്മെന്റ് സൈറ്റിൽ പോയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. 2007 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ മെയിൻ ആയിട്ട് 2007 മുന്നേ പഴയ സിലബസ് ആണ്. 2007 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 10 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുക്കുക. അതിൽ കീ ഉണ്ട് അവിടെ. ഓക്കെ, കീ എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ഒക്കെ സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഇരുന്ന് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെ ഫോക്കസ് ചെയ്യണം, നിങ്ങളുടെ സ്റ്റഡീസ് എന്ത് രീതിയിലായിരിക്കണം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ക്വസ്റ്റ്യൻ സെറ്റേഴ്സ് എവിടെ നിന്നാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇരുന്ന് സോൾവ് ചെയ്യുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ബെയർ ആക്ട് വായിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, ബെയർ ആക്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കണം. ഇനി അടുത്തത് പ്രിപ്പയർ ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ് ടുഗദർ. പ്രിലിംസിനും മെയിൻസിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക. കാരണം പ്രിലിംസ് കഴിഞ്ഞ് ചിലപ്പോൾ 1-1.5 മാസമൊക്കെ മെയിൻസിന് കിട്ടുള്ളൂ. അപ്പൊ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതൊരു നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന പ്രിപ്പറേഷൻ പീരീഡിൽ തന്നെ സബ്ജക്റ്റീവ് ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, കാരണം പ്രിലിംസ് ഒബ്ജക്റ്റീവും മെയിൻസ് സബ്ജക്റ്റീവും ആണ്. രണ്ട് തരത്തിലാണ്. കുറച്ച് വെല്ലുവിളിയാണ്, എളുപ്പമല്ല എന്നറിയാം. ബട്ട് പ്രിപ്പറേഷൻ പീരീഡിൽ കൃത്യമായിട്ട് സബ്ജക്റ്റീവ് ആയിട്ട് തന്നെ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും എന്ത് ചെയ്യുക എളുപ്പം. അല്ലെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് ഇരിക്കുക എന്നുള്ളത് എന്താ പറയുക, നമുക്ക് ടൈം ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രിലിംസും മെയിൻസും അതുപോലെ തന്നെ ക്രാക്ക് ചെയ്ത ആൾക്കാർ നമുക്ക് തരുന്ന ഒപ്പീനിയൻ എന്ന് പറയുന്ന പ്രിലിംസും മെയിൻസും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ, ഒരേപോലെ ഇരുന്ന് പഠിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സർജിക്കൽ സ്റ്റഡി ഓഫ് ബെയർ. ഇതിനെ സർജിക്കൽ സ്റ്റഡി എന്ന് പറയാൻ കീറി മുറിച്ച് ബെയർ ആക്ട് പഠിക്കാം. വെറുതെ ഇങ്ങനെ ഇരുന്ന് കഥ പോലെ വായിക്കല്ല വേണ്ടത്. ഓക്കെ, ബെയർ ആക്ട് ആണ് ബേസ്. അപ്പൊ നിങ്ങൾ ഈ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകളുടെയൊക്കെ ബെയർ ആക്ട്സ് ആദ്യം നിങ്ങൾ എടുക്കുക. ബെയർ ആക്ട് വെച്ചിട്ട് വേണം പഠിക്കാൻ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്സും വേണമെങ്കിൽ റെഫർ ചെയ്യാം, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് ബെയർ ആക്ട് ആണ് ബേസ്. ബെയർ ആക്ട് സ്റ്റഡി ആണ് പ്രധാനമായിട്ട് വേണ്ടത്. ആ ബെയർ ആക്ട് സർജിക്കലി പഠിക്കണം, കീറി മുറിച്ച് പഠിക്കണം. ചുമ്മാ വായിച്ച് നോക്കുകയല്ല വേണ്ടത്, കൃത്യമായിട്ട് വായിക്കണം. അത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ബെയർ ആക്ട് എങ്ങനെ റെഫർ ചെയ്യാം. ബെയർ ആക്ട് കൃത്യമായിട്ട് വായിക്കുക, അതിലെ ടേംസ് പിക്ക് ചെയ്യുക, അതിൽ കൃത്യമായി ടേംസ് പിക്ക് ചെയ്യുക, അത് ഇന്റർപ്രിട്ടേഷൻ നോക്കുക, അതിലെ പ്രധാനപ്പെട്ട കേസ് ലോസ് നോക്കുക. അങ്ങനെ ഒരു സർജിക്കൽ പ്രോപ്പർ ആൻഡ് ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ബെയർ ആക്ട്. ഓക്കെ, ബെയർ ആക്ട് ആണ് നമ്മുടെ ബേസ്. ബെയർ ആക്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റെഡ്യൂസ് നെഗറ്റീവ്സ്. നെഗറ്റീവ്സ് റെഡ്യൂസ് ചെയ്യണം. ഇത്ര അധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ്. ഇപ്പൊ ഇത്തവണ തന്നെ 12 സീറ്റാണ് പറയുന്നത്. 12 സീറ്റ് ആണെങ്കിൽ 120 പേരെ മെയിൻസ് പ്രിലിംസ് പാസ്സാവുള്ളൂ. അതായത് മെയിൻസിലേക്ക് 120 പേരെ എടുക്കുള്ളൂ. ഓക്കെ, 12 into 10 അതാണ് കണക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 120 പേരെയാണ് എന്ത് ചെയ്യുള്ളൂ, മെയിൻസിലേക്ക് എടുക്കുള്ളൂ. അപ്പൊ നെഗറ്റീവ്സ് പരമാവധി കുറയ്ക്കണം. നെഗറ്റീവ്സ് കുറയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞ പ്രോപ്പർ സ്റ്റഡി വേണം, പ്രോപ്പർ ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്ക് വേണം. അത് കൃത്യമായിട്ട് ബെയർ ആക്ട് നമ്മുടെ സബ്ജക്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ. ഓക്കെ, അത് നിങ്ങളെ എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു സിലബസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എങ്ങനെയാണോ ഉള്ളത് പഠിക്കേണ്ടത് കാര്യം. പിന്നെ അതുപോലെ റീഡ് ജേർണൽസ്. നമ്മുടെ ILJ ഉണ്ട്, KHC ഉണ്ട്, KLT ഉണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും ഒരു ജേർണൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു പോവുക. കാരണം നമ്മൾ വൈവയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈ ജേർണൽ വായിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് നോക്കും.
റീസെന്റ് ആയിട്ട് വന്നുള്ള കേസ് ലോസും സെറ്റിൽഡ് പൊസിഷൻസും ഇതിന്റെ മറ്റേ റിപ്പോർട്ടഡ് കേസുകളെ പറ്റിയൊക്കെ നമ്മുടെ വൈവയിൽ ചോദിക്കുക. അപ്പോൾ ഒരു ജേണലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾ വായിച്ച് നിങ്ങൾ പോവുക. പിന്നെ അതുപോലെ അടുത്തത് കേസ് ലോസ് ആണ്. കേസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞൊരു 3 വർഷത്തെ കേസുകൾ മെയിൻ ആയിട്ട് നോക്കുക. അതിലും മെയിൻ ആയിട്ട് ഹൈക്കോർട്ട് കേസസ് നിങ്ങൾ നോക്കുക. ഓക്കെ, ഹൈക്കോർട്ട് കേസസ്, ഓക്കെ, ഹൈക്കോർട്ട് കേരള ഹൈക്കോടതിയുടെ കേസുകൾ മെയിൻ ആയിട്ട് നോക്കുക. അത് വൈവയിൽ പോകുമ്പോൾ പ്രത്യേകം ചോദിക്കുക. ഓക്കെ, ഇപ്പൊ വൈവയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിന്റെ ആള് റീസെന്റ് ആയിട്ട് പാസ് ചെയ്ത പ്രധാനപ്പെട്ട കേസ് ലോസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കും. കാരണം നിങ്ങൾ വായിക്കുന്നുണ്ടോ നിങ്ങൾ എന്ത് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ കേസ് ലോസ് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ ക്ലാസിക്കൽ കേസ് ലോസ് എന്തെങ്കിലും നോക്കിയിരിക്കണം. ക്ലാസ് സെറ്റിൽഡ് പൊസിഷൻസ് തരുന്ന കേസ് ലോസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, സുപ്രീം കോടതിന്റെ കേസുകൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേരള ഹൈക്കോടതിന്റെ കേസ്. അതും ലാസ്റ്റ് ഒരു 3 വർഷത്തെ കേസ് ലോസ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ. അതുപോലെ സെറ്റിൽഡ്, അതായത് പൊസിഷൻ സെറ്റിൽ ചെയ്യുന്ന കേസുകൾ. ഓക്കെ, പൊസിഷൻ സെറ്റിൽ ചെയ്യുന്ന കേസ് ലോസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 3 വർഷത്തെ ഹൈക്കോടതിന്റെ കേസസ് ബേതായിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. അതിന്റെ ക്ലാസിക്കൽ കേസ് ലോസ് FIR ഓരോന്നിനെ ക്ലാസിക്കൽ ആയിട്ടുള്ള കേസ് ലോസ്, ആ ക്ലാസിക്കൽ ആയിട്ടുള്ള കേസ് ലോസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിഡോമിനൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് മജിസ്ട്രേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. സിലബസ് ഓറിയന്റഡ് ആയിരിക്കണം സ്റ്റഡി. കാരണം നമുക്ക് അധികം സമയമൊന്നും നമുക്കില്ല, നമുക്ക് വളരെ കുറച്ച് പീരീഡ് ഉള്ളൂ. അപ്പൊ ആ കുറച്ച് പീരീഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കോഡ് പ്രാക്ടീസ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് റിപ്പോർട്ട് പോകുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ നമ്മുടെ സകലമാന വിവരങ്ങളും ഉണ്ടാവും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, ഏത് ബാറിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, കംപ്ലീറ്റ് വിവരങ്ങൾ എന്ത് ചെയ്യും, റിക്രൂട്ട്മെന്റ് സെല്ലിലേക്ക് പോകും. അതനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പോൾ പ്രാക്ടീസ് നിങ്ങൾ ബൈപ്പാസ് ചെയ്യാണ്ടിരിക്കുക. കോട്ടയിൽ പോകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പക്ക പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്കൊരു ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ഞാനും പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്റെ ഒരു വ്യൂ പോയിന്റിലൂടെ ഞാൻ പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങൾ ഓരോരുത്തരുടെയും പലർക്കും പല പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. ഓക്കെ, ബട്ട് ബേസിക്സ് എപ്പോഴും സെയിം ആയിരിക്കും. ബേസിക്സ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം. പിന്നെ പലർക്കും പല രീതിയിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരുന്നുണ്ട്. അപ്പോൾ കീപ് അപ്ഡേറ്റഡ്. അപ്പോൾ നമ്മൾ ഈ ചാനലിലെ കണ്ടന്റ് ഹെൽപ്ഫുള്ളായി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.